നടി ശാരദയ്ക്ക് പരമോന്നത പുരസ്കാരമായ ജെ.സി. ഡാനിയൽ പുരസ്കാരം നൽകി ആദരിക്കുമ്പോൾ സന്തോഷം തൃശൂരിലും. ശാരദയുമായി ആത്മബന്ധം പുലർത്തുന്ന ആകാശവാണിയിലെ തങ്കമണിക്ക് ഇരട്ടി ആഹ്ലാദം. കൃഷ്ണ, എനിക്ക് നീയില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് അവിടെ പറ്റില്ല. എൻ്റെ മക്കളുടെ അടുത്ത് നീ തന്നെ എനിക്ക് വേണം. നിൻ്റെ കൂടെ എനിക്ക് താമസിക്കണം. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഡാനിയൽ അവാർഡ് ശാരദാമ്മയ്ക്ക് കിട്ടിയതിൽ. കാരണം അവർക്ക് ഇതിന് മുമ്പ് കിട്ടേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം അവർ അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമകളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു. കമലിൻ്റെ സിനിമ രാപ്പകൽ ഡബ് ചെയ്യാൻ കമൽ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ചെന്നു സ്റ്റുഡിയോയിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, ആർക്കാണെന്നറിയോ തങ്കമണി ചേച്ചി, ശാരദാമ്മയ്ക്കാണ് പറയേണ്ടത്. അയ്യോ, ശാരദാമ്മയ്ക്ക് പറയാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ കമൽ പറഞ്ഞു, എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ ചെയ്താൽ ശരിയാവും എന്നുള്ളത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ശബ്ദം എടുത്തിട്ട്, ആദ്യത്തെ 1-2 എണ്ണം എടുത്തിട്ട് അപ്പോൾ തന്നെ കമൽ ശാരദാമ്മയ്ക്ക് അയച്ചു കൊടുത്തു, അല്ലെങ്കിൽ കേൾപ്പിച്ചു കൊടുത്തു. അത് കേട്ടപ്പോൾ പറഞ്ഞു, ഇതാരാത്? അപ്പോൾ ഇന്ന ആളാണ്. എനിക്ക് അവർ മതി, ചെയ്താൽ മതി. എൻ്റെ ശബ്ദവും അവരുടെ ശബ്ദവും കുറച്ച് സാമ്യമുണ്ട് എന്നവർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ നമ്പർ ചോദിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത് ചെയ്തോളൂ കേട്ടോ, നന്നാവും. ഞാൻ എൻ്റെ ഭാഷയിലാണ് പറഞ്ഞത്, അവർ കുറച്ച് തമിഴും ഇതും കലർത്തിയിട്ടുള്ള ഭാഷയിലാണ് പറഞ്ഞത്. ശാരദാമ്മ അങ്ങനെ ഞാനത് പറഞ്ഞു, ഡബ് ചെയ്തു. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. തങ്കം എന്നാണ് എന്നെ വിളിച്ചിരുന്നത്. തങ്കം നന്നായി പറഞ്ഞിട്ട് എനിക്കിഷ്ടമായി കേട്ടോ. അത് വിജയിച്ചു. എന്തായാലും വേറെ പലരും അല്ലേ എനിക്ക് ശബ്ദം തന്നിരുന്നത്. ഈ ശബ്ദവും എൻ്റെ ശബ്ദവും കൂടെ യോജിക്കുന്നതുകൊണ്ട് നന്നായി വന്നിട്ടുണ്ട്. സിനിമ നന്നായിട്ടുണ്ട്. അതിനിടയ്ക്ക് 2014 എൻ്റെ ഹസ്ബൻഡ് ജൂണിൽ മരിച്ചു. ഓഗസ്റ്റ് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ഒക്കെയാണ് എന്ന് തോന്നുന്നു. ശ്രീകുമാരൻ തമ്പി എന്നെ വിളിച്ചു, ശാരദാമ്മയുടെ ഒരു സിനിമയുണ്ട്, ഞാൻ സംവിധാനം ചെയ്യണേ, അതിലേക്ക് ശബ്ദം കൊടുക്കാൻ വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ, ഹസ്ബൻഡ് മരിച്ചിട്ട് 2-3 മാസമായിട്ടുള്ളൂ, അതുകൊണ്ട് ഞാനെങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു. ശാരദാമ്മ ഒരു തന്നെ വിളിച്ചു, നീ പോയി അത് ചെയ്യണം, തങ്കം അത് ചെയ്യണം, നല്ലൊരു സിനിമയാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ അത് പോയി ചെയ്യണം. എൻ്റെ ഭർത്താവ് മരിച്ചു എന്നൊക്കെ എനിക്കറിയാം, എന്നാലും ഞാൻ 10-25 വയസ്സിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ അതൊക്കെ നികത്തി ഞാനിങ്ങനെ ഇത്രയും വരെ എത്തിയില്ലേ. അതേപോലെ നീയും നിനക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നീ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്നിട്ട് കരയാനൊന്നും പാടില്ല, പോയി ചെയ്യണം എന്നെ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞു. ഇവിടെ വന്നാൽ അവർക്ക് വടക്കുന്നാല് തൊഴാൻ വലിയ കാര്യമായിരുന്നു. ആ വടക്കുന്നാല് തൊഴാൻ പോകുമ്പോൾ ആരെങ്കിലും അവർക്ക് കിട്ടും കൂട്ടിന്. എന്നാലും അവർ എന്നെ വിളിച്ചു, തങ്കം നീ വരുമോ ചോദിക്കും. അപ്പം ഞാൻ ചെല്ലാറുണ്ട്, ഹോട്ടലിൽ പോവും, അല്ലെങ്കിൽ പുത്തൂരാണ് താമസിക്കണമെന്ന് വെച്ചാൽ അവിടെ പോയി കാണും. അങ്ങനെ ഒരു അടുപ്പം സൗഹൃദമൊക്കെ ഉണ്ട്. ശാരദാമ്മ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എത്രയോ കാലമായിട്ട് കാണുന്ന ഒരാളെ പോലെയാണ് അവർ നമ്മളോട് പെരുമാറുക. ആ ചിരിയും അതൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. വടക്കുന്നാഥിൽ വന്നിട്ട് അവരെ കാണാൻ കുറേ ആൾക്കാർ വന്നിട്ടിങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുമ്പോൾ അവർ യാതൊരു മടിയില്ലാതെ ഇങ്ങനെ വളരെ പ്രശസ്തയായ ഒരു നടി എന്നത് മറന്നുകൊണ്ട് സാധാരണക്കാരുടെ കൂടെ നിന്നിട്ട് അവർ അത് ചെയ്തു എന്നുള്ളതാണ് സന്തോഷം.